പകൽക്കാലം നമുക്ക് ആരാധനയ്ക്കായി കടന്നു വരുവാൻ ദൈവം തന്ന ഈ അവസരം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും സമയം നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എത്ര വലിയവൻ. ഞാൻ ഈയിടെയായി ഞങ്ങളുടെ ചർച്ചിൽ പറയുന്നൊരു കാര്യമുണ്ട്. Our greatest need is nothing else. We need more of God in our lives. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് വേറൊന്നുമല്ല. എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെങ്കിലും, രോഗം, ജോലി, പിന്നെ പ്രൊമോഷൻ, എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെങ്കിലും ഇതിനെല്ലാം ഉപരിയായ ഒരു ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ദൈവത്തിനെ നമുക്ക് സ്ഥാനം കൊടുക്കാൻ കഴിയുമോ അതാണ് ഏറ്റവും വലിയ ആവശ്യം. Looking for more of Jesus in our lives. നമ്മൾ ആരാധിച്ചപ്പോൾ പാടി നീ എത്ര മഹാൻ. പക്ഷേ അത് ഇന്ന് വൈകിട്ടത്തെ എന്റെ വിഷയമാണ്. പക്ഷെ ഞാൻ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയുക. അത് പറയണമെങ്കിൽ, കിത്ന മഹാൻ എന്ന് പറയണമെങ്കിൽ ഞാൻ ഒന്നുമില്ലെന്നുള്ള ഒരു സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ എത്ര മഹാൻ എന്ന് എന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നിടത്തോളം കാലം ദൈവത്തെ ഉയർത്തുവാൻ നമുക്ക് കഴിയുകയില്ല. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ ഒരു നല്ല മുഖവരിയായിരുന്നു സ്റ്റാൻലിയാണോ സ്റ്റീഫനാണോ? സ്റ്റാൻലിയുടെ ദൈവം നമ്മളോട് ശുശ്രൂഷിച്ചതായ ആ പാട്ടിന്റെ ശുശ്രൂഷ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ദൈവാലോചനയുടെ ഒരു മുഖവരിയായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് ഈ അതിനെ ശുശ്രൂഷ കഴിയുന്ന അവസരത്തിൽ ഒരിക്കൽ കൂടി ആ പാട്ട് പാടി ആരാധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്റ്റാൻലി വേറൊരു മീറ്റിങ്ങിലേക്ക് പോകുന്നില്ല എങ്കിൽ ഇവിടെ വരുമ്പോൾ ആരെയും വിശ്വസിക്കാൻ വയ്യ. ആരാ ഊരി പോകുന്ന സെൻട്രൽ പാസ്റ്റർ മാത്രം കാണും അല്ലേ? ഗൾഫിന്റെ പ്രത്യേകതയാണ്. ജീവിതത്തിൽ ഞാനും പോകും കുറച്ച് കഴിയുമ്പോൾ. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 45 മുതൽ 52 വരെയുള്ള ഭാഗങ്ങളാണ് ഞാൻ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. വേണ്ട വായിക്കണ്ട, ഞാൻ വായിച്ചു തരണം. പക്ഷെ ഇപ്പോഴ് കാരണം അതിന് വായിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത വേണം. തെറ്റല്ല ഞാൻ പറയുന്നത്. ഞാൻ കുറേശ്ശെയായിട്ട് വായിക്കാൻ പോവാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ, അതായത് ഗലീലക്കടലിന്റെ പടിഞ്ഞാറേ കരയിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ വെച്ച്, കുന്നിൻ മുകളിൽ വെച്ച് കർത്താവ് അവിടെ കൂടി വന്ന 5000 പുരുഷന്മാരെ, അവരോടുകൂടിയുള്ള സ്ത്രീകളെയും കുട്ടികളെയും 5 അപ്പവും 2 മീനും വെച്ച് അവരെ പോഷിപ്പിച്ച് 12 കൊട്ട നിറച്ചെടുക്കാൻ സമൃദ്ധിയായി അവർക്ക് ആഹാരം കൊടുത്ത ശേഷം ഈ തൃപ്തിയായ പുരുഷാരത്തെ മെല്ലെ പറഞ്ഞു വിട്ടു. എന്നിട്ട് തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പടക് കയറി അക്കരെ, അതായത് കിഴക്കേ കരയിലേക്ക് പോകുവാനായിട്ട് അവരുടെ വള്ളത്തിൽ കയറി, ബോട്ടിൽ കയറി അടുത്തലേക്ക് പോകാനായിട്ട് ബെത്സയിലേക്ക് പോകുവാൻ അവരോട് മുന്നോടുവാൻ അവരോട് ഓരോ വാക്കിൽ അടിവരേണ്ട വാക്കാണ്, അവരെ നിർബന്ധിച്ചു. പ്രൈസ് ഗോഡ്. എന്ന അർത്ഥം അവർക്ക് പോകാൻ താല്പര്യമില്ല. ഒരുപക്ഷെ അവർ ചോദിച്ചു കാണും, ഞങ്ങൾ പോയാൽ പിന്നെ വേറെ വെള്ളമില്ലല്ലോ, വെള്ളം വഞ്ചിയില്ലല്ലോ, നീ എങ്ങനെ വരും? കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോ. തള്ളി ഇവരെ വഞ്ചി കയറ്റി ഉന്തി പുറത്തിറക്കി ഞാനൊക്കെ വിശ്വസിക്കുക. അവരെ നിർബന്ധിച്ചു. അവരെ പറഞ്ഞേച്ച് വെച്ചിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരം ആയപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. ഞാനിത് എന്തോടെ വായിക്കുന്ന അറിയാമോ? വേറെ ദിവസം വായിക്കുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. വായിക്കുന്ന അവസരത്തിൽ ചുമ്മാ പശുവിനെ കുറിച്ച് 2ാം ക്ലാസ്സിലെ പാഠപുസ്തകം വായിക്കുന്നവർ വായിച്ചു വിടരുത്. പശു നമുക്ക് പാല് കുടിച്ചെങ്കിൽ അമ്മ കരയും അല്ലേ എന്നുപോലെ വായിക്കരുത്. നിർത്തി അതിന്റെ ആക്കവും ഊക്കവും ഒക്കെ നോക്കി വേണം വായിക്കാൻ. ആയപ്പോൾ പടക് കടലിന്റെ സമയം വൈകുന്നേരം താൻ ഏകനായി കരയിലുമായിരുന്നു.
കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ച് വലയുന്നത് അവൻ കണ്ട്. ഏകദേശം രാത്രി 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലർച്ചയോടടുത്ത സമയത്ത്, ഒരു 4 മണിയോടടുത്ത സമയത്ത്, പ്രഭാതത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. തണ്ട് വലിച്ച് അവരവരുടെ വള്ളം നേരെ കാറ്റിനെ അനുകൂലമായി നിർത്താനായിട്ട് ശ്രമിക്കുന്നത് കണ്ടിട്ട് കർത്താവ് അത് കരയിൽ നിന്ന് കണ്ടിട്ട് അവരുടെ അടുക്കിലേക്ക് നടന്നു ചെന്നു. എന്നിട്ട് എന്ത് ചെയ്തു? വെള്ളം പിടിച്ചു നിർത്തിയില്ല, കാറ്റിനായിട്ട് ശാസിച്ചുമില്ല, അവരെ ചെന്ന് സഹായിച്ചുമില്ല. അതുവരെ ചെന്നിട്ട് കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ കടൽമേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റമർന്നു. പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചാശ്ചര്യപ്പെട്ടിരുന്നു. അതിന്റെ കാരണം എന്താ? എന്തുകൊണ്ട് അവർ ഭ്രമിച്ചതും ഭയപ്പെട്ടതും അവർ ആശ്ചര്യപ്പെട്ടതും എന്തായിരുന്നു കാരണം? അവരുടെ ഹൃദയം എന്ത് ചെയ്തിരുന്നു? കടുത്തിരുന്നു. അവരുടെ ഹൃദയം കടുത്തിരുന്നു, സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല, അവർ അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചിട്ടുമില്ലായിരുന്നു. അപ്പത്തിന്റെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ ഭാഗങ്ങളിൽ പറയുന്നതായ അവൻ അവർക്ക് വാഴ്ത്തി നുറുക്കി കൊടുത്ത് സമൃദ്ധിയായി വിളമ്പിയ ശേഷം അവശേഷിക്കുന്ന വിധത്തിൽ സമൃദ്ധി ഉണ്ടാക്കിയ ആ അത്ഭുതത്തിന്റെ കാര്യം അവർ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ അത്ഭുതത്തിലൂടെ നാം കാണുന്ന കർത്താവിന്റെ മഹത്വം. ആ നാണയത്തിന്റെ മറുവശം എന്ന് പറയുന്നത് ഈ മഹത്വം കണ്ടിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാത്ത അപ്പോസ്തലന്മാരുടെ വിഡ്ഢിത്തം. The ignorance of the humans and the glory of the divine. ദൈവത്തിന്റെ മഹത്വവും മനുഷ്യന്റെ മണ്ടത്തരവും, ഈ രണ്ടും കൂടെ കാണുന്ന ഒരു വാക്യങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അവസരങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് ജീവിതത്തിലേക്ക് വരുന്ന അവസരങ്ങളിൽ നാം പലപ്പോഴും കർത്താവിന്റെ അത്ഭുതങ്ങൾക്ക് വേണ്ടിയാണ് ദൈവസന്നിധിയിലേക്ക് വരുന്നത്. ദൈവം സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ട് അവൻ അത്ഭുതങ്ങളെ എന്ത് ചെയ്യുന്നു? ചെയ്യുകയും ചെയ്യുന്നു. മാർക്ക് ട്വൈൻ ആണെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, thunder is good, thunder is impressive, but it is lightning that does the work. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടി നല്ലതാ, ഭയങ്കര ഗംഭീരമാണ്. ഇടി എല്ലാം പിടിച്ചു കുലുക്കും, നമുക്കെല്ലാം ആശ്ചര്യമാണ്. പക്ഷെ ഇടി കൊണ്ട് ഒന്നും ഉണ്ടാകാറില്ല. ഇടി മുഴക്കം കൊണ്ട് ഒരു ശബ്ദം ഉണ്ടാക്കുന്നേ ഉള്ളൂ. പക്ഷേ മിന്നലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. നല്ലതായാലും ചീത്തയായാലും, അതായത് അത്ഭുതങ്ങൾ നടക്കുന്ന അവസരത്തിൽ ഇന്ന് ജനങ്ങളെല്ലാം അത്ഭുതങ്ങൾക്ക് പുറകെ പോവുകയാണ്. പക്ഷേ ആ അത്ഭുതങ്ങളുടെ ഇടിമുഴക്കത്തിന് പുറകിലുള്ള ദൈവത്തിന്റെ പ്രഭാവം എന്ന് പറയുന്ന മിന്നലുണ്ട്. പ്രൈസ് ഗോഡ്. അതൊന്ന് പലയിടത്തും മിസ്സിംഗ് ആണ്. പ്രൈസ് ഗോഡ്. അവിടെ കാണുന്ന പ്രഭാവം എന്ന് പറയുന്നത് അത് ചെയ്യുന്നവന്റെ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രഭാവം സാധാരണ കാണുന്നത്. അത് ചെയ്തതായ ദൈവത്തിന്റെ മുഖത്ത് കാണാറില്ല. പ്രൈസ് ഗോഡ്. അപ്പോസ്തലന്മാർ ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട്. പത്രോസ് പറയുകയാണ്, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1:14 വാക്യത്തിൽ എന്താ പറയുന്നേ? അവിടെ വായിക്കുകയാണ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു.
ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായ പുത്രന്റെ തേജസ്സായിട്ട് ഞങ്ങൾ കണ്ടു. പക്ഷേ 33.5 വർഷം നമ്മുടെ കർത്താവ് ഗലീല നാട്ടിൽ നടന്ന അവസരത്തിൽ അവൻ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുകയാണ്, അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അവൻ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. അവൻ കുരിശിലെ മരണത്തോളം എന്ത് ചെയ്തു? അനുസരണമുള്ളവനായിരുന്നു. അവൻ ബലഹീനമായ ഒരു ജഡത്തിലാണ് കർത്താവ് ഈ ഭൂമിയിൽ 33.5 വർഷം നടന്നത്. പക്ഷേ അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങൾ അവന്റെ കൂടെ നടന്ന അവസരത്തിൽ ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. പ്രൈസ് ഗോഡ്. 2 വൈരുദ്ധ്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, അവിടെ മാത്രമല്ല സുവിശേഷങ്ങളിലും അത് വളരെ വ്യക്തമാണ്, കർത്താവ് ദാഹിക്കുന്നവനായി, രോഗം ശീലിക്കുന്നവനായി, ബലഹീനമായ ജഡത്തിൽ അവിടെ നടന്നു. പക്ഷേ യോഹന്നാനും പത്രോസും ഒരുപോലെ പറയുകയാണ്, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. എങ്ങനെ കണ്ടു? പിതാവിൽ നിന്നുള്ള ഏകദിനായ തേജസ് കണ്ടു. പ്രൈസ് ഗോഡ്. ഈ തേജസ് അവർ കണ്ടത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിലൂടെയാണ്. പ്രൈസ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ അത്ഭുതങ്ങളെ ഒന്നിനെയും അത്ഭുതങ്ങൾ എന്നല്ല വിളിക്കുന്നത്. നിങ്ങൾക്കറിയാമോ അത്? അവിടെ എന്നാ വിളിക്കുന്നത്? ഇത് അവൻ ആദ്യത്തെ അടയാളമായി ചെയ്തു. കാനാവിലെ വെള്ളം വീഞ്ഞാക്കിയത് ആദ്യത്തെ എന്തായിട്ടാ ചെയ്തേ? അടയാളം. എന്താ അടയാളം എന്ന് പറഞ്ഞാൽ? അടയാളം എന്ന് പറഞ്ഞാൽ സിമ്പിൾ, സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊന്നിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ഒരു സൈൻ, അല്ലേ? യെസ്. റെയിൽവേ സ്റ്റേഷനിൽ ജെന്റിൽമാൻ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം? പുരുഷന്മാരുടെ മൂത്രപ്പുര, അല്ലേ? അതിലോട്ട് കയറുന്നതിനെല്ലാം ജെന്റിൽമാൻ ആണോ? ജെന്റിൽമാൻ ഒന്നുമല്ല. സാധാരണ ജെന്റിൽമാർക്ക് കയറാൻ പറ്റുന്ന സാധനമാണ്. ജെന്റിൽമാൻമാര് സാധനം പോരല്ലോട്ട് എങ്ങനെയെങ്കിലും അത് അടച്ചു പിടിച്ച് വീട്ടിൽ പോയിട്ട് കാര്യം സാധിക്കുള്ളൂ. കാരണം അത്രയ്ക്ക് വൃത്തിയുള്ളതിന്. പക്ഷെ ജെന്റിൽമാൻ എന്ന് എഴുതിയതിന്റെ അർത്ഥം അത് അവിടെ പോകുന്നതല്ല ജെന്റിൽമാൻ എന്നല്ല. അത് ജെന്റിൽമാൻ ഒന്നും അല്ല. അതിന്റെ അർത്ഥം ഇതേ ഉള്ളൂ. അത് 1-ാം നമ്പർ സാധിക്കാനുള്ള വേണി 2 സാധിക്കാം ഉള്ള സ്ഥലം എന്തേ അർത്ഥമുള്ളൂ. അടയാളം എന്ന് പറഞ്ഞാൽ അതാ. അത്ഭുതങ്ങളെല്ലാം എന്താണ്? അടയാളങ്ങളാണ്. പത്രോസും യോഹന്നാനും കർത്താവിന്റെ കൂടെ നടന്നിരുന്ന കാലത്ത് അവർ പല അടയാളങ്ങൾ കണ്ടു. ഈ അടയാളങ്ങൾ കണ്ടപ്പോൾ അവർ അടയാളങ്ങളുടെ പുറകെയല്ല പോയത്. പക്ഷെ അവർക്കൊരു കാര്യം അറിയാമായിരുന്നു. അന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിഞ്ഞില്ലെങ്കിലും കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം അവർ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവർ പറഞ്ഞു, അയ്യോ അന്ന് നമ്മൾ കണ്ടത് അത് അടയാളമായിരുന്നു, അത് അവന്റെ മഹത്വത്തിന്റെ അടയാളമായിരുന്നു. പ്രൈസ് ഗോഡ്. മുടന്നുള്ളവൻ നടന്നപ്പോൾ നമ്മൾ കണ്ടത് കർത്താവ് മുടന്നവരെ എല്ലാം സൗഖ്യമാക്കാൻ വന്നതല്ല. നമ്മൾ കണ്ടത് മുടന്തുള്ളവന് സൗഖ്യം കൊടുക്കുന്ന ആ അവന്റെ മഹത്വം, തേജസ്സാണ് നാം കണ്ടത്. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രാപിക്കുകയോ വലിയ കാര്യങ്ങൾ സാധിക്കുകയോ ചെയ്യുന്ന അവസരത്തിൽ ദൈവത്തിന്റെ തേജസ് കാണാതെയാണ് അനുഭവം അവസാനിക്കുന്നതെങ്കിൽ ആ അനുഭവം കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. പ്രൈസ് ഗോഡ്. ഞാൻ ഒന്നുകൂടെ പറയാം. ജീവിതത്തിൽ ദൈവം നമ്മുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അവസരത്തിൽ ആ അത്ഭുതങ്ങളിൽ മാത്രമാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ, അതിൽ അപ്പുറമായ ദൈവത്തിന്റെ തേജസ് നമുക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ, കാണാതെ നഷ്ടപ്പെട്ടുവെങ്കിൽ ആ അത്ഭുതം ദൈവം ചെയ്തത് വൃഥാവാണ്. It's absolutely useless. It didn't serve its purpose. Praise God. നമുക്ക് ഭാവത്തേക്ക് വരാം. എന്റെ പൂർണ്ണമായ വിശ്വാസം കർത്താവ് ഇവിടെ കേരളത്തിലെ പിള്ളേർ പറഞ്ഞവരെ ശിഷ്യന്മാർക്കിട്ട് പണിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നില്ല. ഞാൻ പണ്ട് ഒരുപാട് കണ്ടേ നാട് വിട്ടിട്ട്. അതുകൊണ്ട് പണ്ടത്തെ പിള്ളേർ പറയായിരുന്നു ശിഷ്യന്മാർക്കിട്ട് പണി കൊടുത്തതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരാമോ? നമുക്ക് വായിച്ചു നോക്കാം ഈ ഭാഗം. കർത്താവ് ആദ്യമായി ചെയ്ത കാര്യം അവരെ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. പോതില്ല.
പിന്നെ നിർബന്ധിച്ചു. പത്രോസ് പക്ഷേ പോകാൻ സമ്മതമില്ലായിരുന്നു. നിർബന്ധിച്ചവരെ വള്ളത്തെ കയറ്റി. എന്റെ ഭാവനയാണ്, വള്ളം തപ്പോ അവരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. എന്താ ഇത്ര നിർബന്ധം? എന്തിനാ ഇത്ര നിർബന്ധം? 2, ഇവിടെ നാം കാണുന്നൊരു കാര്യം, ശിഷ്യന്മാർ കാറ്റ് പ്രതികൂലമായിരുന്നു, അവർ തണ്ട് വലിച്ച് വലഞ്ഞു എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ കാര്യം. അന്ന് ആ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാരിൽ ഒരു നല്ല പങ്ക് 50% എങ്കിലും ഈ ഗലീല കടലിൽ മീൻ പിടിക്കുന്നവരായിരുന്നു. അവർക്ക് ഗലീല കടലിലെ കാറ്റിന്റെ ഗതി അറിയാം. ഗലീല കടലിൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ അവർ സാധാരണ ചെയ്യേണ്ട സൂത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കാറ്റടിക്കുന്നതിന് നേരെ ആയിട്ട് എന്ത് ചെയ്യണം? ഈ ബോട്ട് പിടിക്കണം. ബോട്ട് ഈ സൈഡിലാണ് കാറ്റ് അവിടെ അടിക്കുന്നെങ്കിൽ ബോട്ട് പറഞ്ഞു പോകും. അതുകൊണ്ട് അവർ തണ്ട് വലിച്ചെന്ന് പറഞ്ഞ തുഴയൊന്നുമല്ല, ഈ കാറ്റ് തീരുന്നവരെ ഈ ബോട്ട് സ്റ്റഡി ആയിട്ട് കാറ്റിനെതിർ പ്രതികൂലമായിട്ട് അതിന്റെ തല എന്തായാലും പറയുന്നെങ്കിൽ അത് പ്രതികൂലം നിർത്തണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാറ്റ് വള്ളം പറഞ്ഞു പോകാതിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുക, കുത്തിപ്പിടിച്ച് നിർത്തിയിരിക്കുക. അവർ വലഞ്ഞു. അവിടെ തിരയില്ല. ഈ തിര അടിച്ച് വെള്ളം കൊണ്ട് കയറിയിട്ടുമില്ല. വേറൊരു കാര്യം നോക്കണം, ഇവര് വൈകുന്നേരം ആയപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? കടലിന്റെ നടുവിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം അവിടെ ചുരുങ്ങിയത് ഒരു 84 അടിയെങ്കിലും ആ റൂട്ടിൽ ഇന്നത്തെ കണക്ക് നോക്കിയാൽ അവിടെ ആഴമുണ്ട്. അതായത് എന്നെ പോലെ ഒരു 14 പേരെ തലയ്ക്ക് മീതെ നിർത്തിയാൽ അത്രത്തോളം ആഴമുണ്ട്. ഇതിന്റെ മീതെ കൂടെ ആരും നടന്നു വരുന്നേ? കർത്താവ് നടന്നു വരുന്നത്. കർത്താവ് നടന്നു വരുന്ന എത്ര സമയമായപ്പോഴാ? ഏകദേശം 4 മണിക്ക്. ഇവര് വൈകുന്നേരം ഒരു 6-നും 7-നും ഒക്കെ ആയപ്പോൾ എവിടെ എത്തിയിട്ടുള്ളൂ? പക്ഷേ ഇവർ 8 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് കർത്താവ് ചില നിമിഷങ്ങൾക്കുള്ളിൽ സഞ്ചരിക്കുന്നത്. ചില നിമിഷങ്ങൾക്കുള്ള സഞ്ചരിക്കുന്നേ. ഈ അടിക്കുന്ന കാറ്റ് ഈ പടകിനും അടിക്കുന്നത് പോലെ, പടകിന്മേൽ അടിക്കുന്ന പോലെ അടിക്കുന്ന വേറെ സ്ഥലമുണ്ട്. ആരുടെ അടുത്തോട്ടെന്നറിയോ? കർത്താവിന്റെ മുഖത്തോട് അടിക്കുന്നേ. കർത്താവ് പുറംതിരിഞ്ഞെന്നല്ല നടക്കുന്നേ, കർത്താവിന്റെ മുഖത്തോട് ഇതേ കാറ്റ് തന്നെ അടിക്കുന്നേ. ഇതേ കാറ്റടിക്കുമ്പോൾ വള്ളം നിന്നുപോയി. പക്ഷെ കർത്താവ് ഇതിൽ അതിവേഗതയോടെ കർത്താവ് വള്ളത്തിനോട് അടുത്തു വരുന്നു. ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു വരെ കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇവിടെ മാത്രമല്ല, എന്തിനാ കർത്താവ് നടന്നു വന്നത്? ശിഷ്യന്മാര് നിലവിളിച്ചു ഒന്നുമില്ല. വേറൊരു പാസേജ് ഉണ്ട് മർക്കോസ് സുവിശേഷത്തിൽ, അതിന്റെ 4-ാമത്തെ അധ്യായത്തില് വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. അതുപോലെ ഇനി ഇവിടെ വള്ളം മുങ്ങുന്നില്ല, ഇവരാരും കരഞ്ഞിട്ടുമില്ല. ഇവരെപ്പോഴാണ് കരഞ്ഞെന്നറിയാമോ? കർത്താവിനെ കണ്ടപ്പോൾ ഭൂതം എന്ന് പറഞ്ഞ് കരഞ്ഞു. കർത്താവിനെ കണ്ടപ്പോ ഭൂതം എന്ന് പറഞ്ഞല്ലാതെ വെള്ളം മുങ്ങുന്നു പേടിച്ചൊന്നും ഇവർ കരഞ്ഞില്ല. ഇവർക്ക് ആരും സഹായമായിട്ട് ആവശ്യമില്ലായിരുന്നു. ഇനി കർത്താവ് അവരെ സഹായിച്ചിട്ടുമില്ല. പക്ഷെ ഒരു കാര്യം മാത്രമേ കർത്താവ് ചെയ്തുള്ളൂ, അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. പ്രൈസ് ഗോഡ്. ഞാൻ ആദ്യമായിട്ട് ആ ഒരൊറ്റ ഫ്രേസിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയട്ടെ. മർക്കോസ് എഴുതുകയാണ്, അവനെ കടന്നു പോകുവാൻ ഭാവിച്ചു. വേദപുസ്തകത്തിൽ പലപ്പോഴും 2 ഭാഗങ്ങളിലെങ്കിലും ഒരു കടന്നുപോക്കിനെ കുറിച്ച് പറയുന്നു. കടന്നുപോക്കിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ വരുന്ന അവസരങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്. മോശ ദൈവത്തോട് ചോദിക്കുക, എനിക്ക് നിന്റെ മഹത്വം ഒന്ന് കാണണം. കർത്താവേ, എനിക്ക് നിന്റെ മഹത്വം ഒന്ന് കാണണം. കർത്താവ് പറഞ്ഞു, യഹോവ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്. 33-ന്റെ 19-ാമത്തെ വാക്യം.
ഓക്കെ, എന്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പദം ഇതാണ്, എന്റെ മഹിമയെല്ലാം നിന്റെ മുമ്പാകെ ഞാൻ എന്ത് ചെയ്യും? കടന്നു പോകുമാറാക്കും. കടന്നു പോകുക എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം ഇതാണ്. കാരണം അറിയാമോ, ഞാൻ ഇതെല്ലാം നിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കും. ഒരു ഫിലിം റീലിലെ പോലെ ഞാൻ നിന്റെ മുന്നിലൂടെ ഒരു ഫാഷൻ പരേഡിൽ അതിൽ സംബന്ധിക്കുന്നതായ ഓരോ മോഡലും പ്രേക്ഷകർക്ക് മുന്നിലൂടെ എപ്രകാരം അവരുടെ പുതിയ ഡ്രസ്സോ പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിച്ചുകൊണ്ട്, സാധാരണ ഫാഷൻ ഡ്രസ്സിന് പുതിയതായിട്ടൊന്നും കാണിക്കാൻ കാണുകയില്ല. എനിവേ, കടന്നു പോകാറാക്കുന്ന ഒരു അനുഭവമാണ്. പ്രൈസ് ഗോഡ്. അതാണ് ഇവിടുത്തെ പദം. മോശയോട് പറയുകയാണ്, നിന്റെ മുൻപാകെ ഞാൻ എന്റെ എന്താ പറയുന്നേ മഹിമയൊക്കെയും കടന്നു പോകുമാറാക്കും. ഒരു ഫാഷൻ പരേഡിലെ അവിടുത്തെ ആ സ്റ്റേജിന് മുകളിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ട് പോകുന്ന പോലെ, മോശെ നീ ഇവിടെ മറഞ്ഞിരിക്കണം. എന്റെ മഹിമ കണ്ടിട്ട് ആരും ജീവിച്ചിട്ടില്ല ഇതുവരെ. എന്റെ മുഖം കണ്ടവർ ആരും ജീവനോട് ഇരുന്നിട്ടില്ല. പക്ഷെ നീ മറഞ്ഞിരിക്കണം. മറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിന്റെ മുന്നിലൂടെ എന്റെ മഹിമ, എന്റെ തേജസ് ഞാൻ കടന്നു പോകുമാറാണ്. പ്രൈസ് ഗോഡ്. ഏലിയാവിന് ഒരു വാശിയുണ്ടായി ഒരു കാലത്ത്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയാണ്. ഏലിയാവിനോട് പറയുക, നീ ഇവിടെ ഒളിച്ചിരിക്കണം, പിന്നെ ഞാൻ എന്ത് ചെയ്യും? നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ഇതൊരു ടെക്നിക്കൽ പദമാണ്. ഒരു സാങ്കേതിക പദമാണ്. വേദപുസ്തക എഴുത്തുകാർ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക പദമാണ്. ഇതൊരു ടെക്നിക്കൽ ലാംഗ്വേജ് ആണിത്. കടന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കുന്ന ആ ഒരു രംഗത്തിന്റെ പേരാണ് കടന്നു പോകുക, ഓർ പാസ് ബൈ. പ്രൈസ് ഗോഡ്. അന്ന് ഗലീല കടലിൽ കാറ്റടിപ്പിച്ചത് ദൈവ കർത്താവാണ്. പ്രദർശനം കഴിഞ്ഞ അവസരത്തിൽ കാറ്റ് അമർന്നാണ് വായിക്കുന്നേ അല്ലേ? അവൻ പടകിൽ കയറി, പിന്നെ കാറ്റമർന്നു. ഇതുകൊണ്ടാണ് പിള്ളേര് പറയുന്നത് കർത്താവ് അപ്പോസ്തലന്മാർക്ക് പണിയെടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ മഹിമ അവരുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ചില നിമിഷങ്ങൾ സൃഷ്ടിക്കാനായി അവൻ അവരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. തന്റെ മഹിമ അവരുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം, യഹോവ നൽകിയ ഒരു അനുഭവം നൽകുവാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്യുന്നു? അവരെ ഒരു കാറ്റടിപ്പിക്കുകയാണ്. പക്ഷേ ആ കാറ്റിനെ വകവെക്കാതെ നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് അവന് മുന്നിലൂടെ ഒരു ചെറിയ പ്രദർശനം നടത്തുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇത് അന്ന് അവർക്ക് മനസ്സിലായില്ല, പിന്നെ മനസ്സിലായി. കർത്താവ് അവരോട് ചോദിക്കുക, ഞാൻ തന്നെ ആകുന്നു. നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുകയാണ്, ഞാൻ തന്നെ അയാം. മോശയോട് കർത്താവ് പറഞ്ഞു, കർത്താവിനോട് മോശ ചോദിച്ചു, നിന്റെ പേരെന്താ? പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ല. കാരണം 1400 വർഷമായി പിതാക്കന്മാരൊക്കെ പോയിട്ട്, 800 വർഷമായി ഞങ്ങൾ അടിമകളായിട്ട്. അതിന് മുമ്പ് എത്രയോ കാലം മുമ്പേ പിതാക്കന്മാരൊക്കെ മണ്ണടിഞ്ഞു. 5-8 തലമുറ പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാൻ. പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവിന്റെ പേര് ഗ്രാമർ അനുസരിച്ച്, വ്യാകരണം അനുസരിച്ച് നമ്മുടെ കർത്താവിന്റെ പേര് എന്തല്ല? ഒരു നാമമല്ല. നമ്മുടെ കർത്താവിന്റെ പേര് ഒരു ക്രിയയാണ്. ഗോഡ്സ് നെയിം ഈസ് നോട്ട് എ നൗൺ. ഗോഡ്സ് നെയിം ഈസ് എ വെർബ്. ഐ ആം. കാരണം ദൈവം ഉണ്ടായിരിക്കുന്നവനല്ല, ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. A God who speaks, a God who works, acts. എന്ന് പറയാം ഞാൻ, ഐ ആം എന്ന് പറഞ്ഞ ഒരു ക്രിയയാണ്. കർത്താവിനെ പിടിക്കാനായിട്ട് മഹാപുരോഹിതന്മാരുടെ സൈന്യം കയറി വന്ന അവസരത്തിൽ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഒരു വലിയ കാര്യം നടന്നു. എന്താ നടന്നെന്ന് അറിയാമോ? യോഹന്നാന്റെ സുവിശേഷം
18-4 മുതലുള്ള വാക്യഭാഗങ്ങൾ. യേശു തനിക്ക് നേരിടുവാനുള്ള എല്ലാം അറിഞ്ഞ് കർത്താവ് പറയുകയാണ്, ആരാകുന്നു? അയാം. പുറപ്പാട് ദിവസം 3-ാം അധ്യായത്തിൽ യഹോവ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആരെ തിരയുന്നു? നസ്രായൻ യേശുവിനെ. അന്നേരം കർത്താവ് പറയുകയാണ്, അയാം ഹി, അവൻ ഞാനാകുന്നു അവൻ. അപ്പോഴെന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചത്? ഉറക്കം വായിച്ചേ. എന്തിനാ കുഴഞ്ഞു വീഴുന്നേ? എന്തിനാ അവർ കുഴഞ്ഞു വീഴുന്നേ? അയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാം എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഇവിടെ വീഴുമോ? ബെന്നിഹിൻ വല്ലതും പറഞ്ഞാലും വീഴത്തില്ല നിങ്ങൾ. പക്ഷെ കർത്താവ് പറഞ്ഞാൽ വീഴും. പ്രൈസ് ഗോഡ്. കാരണം ആ 2 പദങ്ങളിൽ ദൈവത്തിന്റെ തേജസ് മുഴുവൻ നിറഞ്ഞിരിക്കും. പ്രൈസ് ഗോഡ്. കർത്താവ് അയാം എന്ന് പറഞ്ഞു വെച്ച അവസരത്തിൽ അവനിൽ വിശ്വസിക്കാത്തവർ അവനെ അറസ്റ്റ് ചെയ്യാൻ വന്നവർ എന്ത് ചെയ്തു? പിൻവാങ്ങി നിലത്തു വീണു. കർത്താവ് അവരോട് പിന്നെയും പറയുക, ഈ വെള്ളത്തിന്മീതെ നടന്ന് അവരടുക്കൽ വന്നിട്ട് അവൻ കടന്നു പോകുവാൻ ശ്രമിച്ചു. അതൊന്നും മനസ്സിലാകാത്തവർക്ക് പറയുകയാണ്, ഞാനാകുന്നു. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല. അവർ അപ്പത്തിന്റെ സംഗതി ഗ്രഹിച്ചില്ല. കർത്താവ് നടക്കുകയാണ്. ഞാൻ പറഞ്ഞു അവിടെ എന്തില്ല. ഒന്ന് വായിച്ചു യോബിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ച് പെട്ടെന്ന്. യോബിന്റെ പുസ്തകം 9-ന്റെ 8. ആരെങ്കിലും സങ്കീർത്തനം 77-19 വായിച്ചേ. അവൻ തനിച്ച് ആകാശത്തെ വിരിക്കുന്നു, സമുദ്രത്തിന്റെ തിരമാലകളിന്റെ മീതെ ആര് നടക്കുന്നു? ദൈവം നടക്കുന്നു. കർത്താവ് അവിടെ കടന്നു പോകാൻ ഭാവിക്കുന്ന അവസരത്തിൽ കർത്താവ് കാണിക്കുകയാണ്, ഞാൻ തന്നെയാണ് പഴയ നിയമത്തിലെ സൃഷ്ടാവായ ദൈവം. ഈ കടലിനെയും കാറ്റിനെയും സൃഷ്ടിച്ചവൻ ഞാനാ. ഇയ്യോബ് അവന്റെ മഹിമ വളരെ മങ്ങിയ രൂപത്തിലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ശിഷ്യന്മാർ ഇവിടെ എന്ത് ചെയ്യാണ്? പൂർണ്ണമായ രൂപത്തിൽ കാണുകയാണ്. കാറ്റടിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ കാലിന്റെ അടിയിൽ തിരയില്ല. പ്രൈസ് ഗോഡ്. കാരണം അവൻ തിരയിന്മേൽ നടക്കാൻ അതിനെ സൃഷ്ടിച്ച ദൈവമാണ്. സങ്കീർത്തനം 104-ാം സങ്കീർത്തനത്തിന്റെ 3-4 വാക്യങ്ങളിൽ അവൻ എന്ത് ചെയ്യുന്നു? കാറ്റിനെ തന്റെ ദൂതന്മാരെ ശുശ്രൂഷന്മാരും അല്ല, കാറ്റിനെ എന്താക്കുന്നു? കാറ്റിനെ തന്റെ ദൂതന്മാരും ശുശ്രൂഷകന്മാരും ആക്കുന്നു. സങ്കീർത്തനം 77-19 ആരാ എടുത്തിരിക്കുന്നത്? നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു. നിന്റെ കാൽച്ചുവടുകളെ കർത്താവ് നടക്കുന്ന അവസരത്തിൽ തിരകളിൻ മീതെ കർത്താവ് നടക്കുകയാണ്. ഒരു പുതിയ വെളിപ്പാട് അവിടെ പ്രാപിക്കുക. അതായത് ഇവനാണ് സാക്ഷാൽ ദൈവം. ഈ കാറ്റ് ഉണ്ടാക്കിയത് അവനാണ്. എന്തിനു വേണ്ടി? അവന്റെ മഹത്വം അവരെ കാണിക്കുവാനായി കർത്താവ് ഒരുക്കിയത് ഒരു സീൻ മാത്രമാണത്. അവരതിൽ കാണേണ്ടിയിരുന്ന എന്തായിരുന്നു? അവന്റെ മഹത്വമായിരുന്നു അവർ കാണേണ്ടിയിരുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ വീണ്ടും ആവർത്തിക്കുകയാണ്. വിടുതലുണ്ടാകും, രോഗശാന്തി ഉണ്ടാകും, കടബാധ്യത മാറും. ഇല്ലെന്ന് ഞാൻ പറയുകയില്ല, അങ്ങനെ മാറട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇതെല്ലാം നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യം മറക്കരുത്, ഇതിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ തേജസ്സും മഹത്വവും കാണാതെ പോയാൽ രോഗിയായിട്ടിരിക്കുന്നതായിരുന്നു നല്ലത്, കടത്തിലിരിക്കുന്നതായിരുന്നു നല്ലത്, ബന്ധനത്തിലിരിക്കുന്നതായിരുന്നു നല്ലത്. പ്രൈസ് ഗോഡ്. അതാണ് അടുത്ത ഭാഗത്ത് നാം കാണുന്നത്. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെ നോക്കിക്കേ, അവൻ പ്രദർശിപ്പിക്കുകയാണ് പഴയ നിയമത്തിലെ സൃഷ്ടാവായ ദൈവം. അത് തന്നെയാ ഞാൻ. പൗലോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, അവനാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയാണ്, സകലതും ആരാ സൃഷ്ടിച്ചു? അവനാലും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിച്ചു. ഗലീലക്കടലിലെ തിരയും കാറ്റും എല്ലാം. പ്രൈസ് ഗോഡ്. കൊലോസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, he holds everything together.
Praise God. Hallelujah. ഈ സകല ഗ്രഹങ്ങളെയും ഈ ഭൂമണ്ഡലത്തെയും ഈ ആകാശമണ്ഡലത്തെയും മുഴുവൻ അവൻ എന്ത് ചെയ്യുന്നു? He holds them all together. അവൻ അതിനെല്ലാത്തിനെയും തന്റെ കയ്യിൽ അവൻ ഒതുക്കി പിടിച്ചിരിക്കുകയാണ്. നാം നമ്മുടെ രോഗശാന്തിയിലും കടബാധിത മാറുമ്പോഴും വിടുതൽ അനുഭവിക്കുമ്പോഴും നാം കാണുന്നത് അവന്റെ ഈ അത്യന്തമായ പരിമിതിയില്ലാത്ത അൺലിമിറ്റഡ് പവർ ആൻഡ് ഗ്ലോറിയുടെ 1 മില്യൺ നമ്മൾ കാണുന്നത്. അനേക ദശലക്ഷത്തിൽ ഒരു ചെറിയ അംശം മാത്രമാണ് കർത്താവ് നമ്മുടെ രോഗം മാറ്റാൻ ഉപയോഗിക്കുന്നത്, നമ്മുടെ കടം മാറ്റാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ മഹത്വത്തിന്റെ ഒരു ചെറിയ മിന്നൽ കണ്ടിട്ട് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനാണ് കർത്താവ് പക്ഷേ രോഗം വരുത്തുന്നത്. സങ്കടത്തോടെ പറയേണ്ട കാര്യം, ഇന്ന് രോഗത്തെയും അത്ഭുതത്തെയും പെരുപ്പിച്ച് കാണിക്കുന്ന അവസരത്തിൽ ചോർന്നു പോകുന്നത് കർത്താവിന്റെ മഹത്വമാണ്. കർത്താവിന്റെ മഹത്വം ചോർന്നു പോകാതെ അവൻ കടന്നു പോകുന്ന അനുഭവങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അയക്കുന്ന അവസരത്തിൽ അവന്റെ മഹത്വം പൂർണ്ണമായി കാണാൻ കഴിയുന്ന ഒരു കണ്ണാണ് നമുക്ക് ആവശ്യം. Praise God. Hallelujah. സ്തോത്രം. Praise God. ഇവിടെ ഒരൊറ്റ ബ്ലോക്ക് എഗ്രിയുന്നില്ല. Praise God. തനി തികത്തും എല്ലാ നിർവചനത്താലും തികഞ്ഞ ഒരു പെന്തക്കോസ്ത് സഭ. ക്ഷമിക്കണേ, കാരണം രണ്ടുപേരും സമ്മതിക്കത്തില്ല, ബ്ലോക്ക് പോയി. Praise God. രണ്ടാമത്തെ ഭാഗം ഇതാ. എല്ലാം കണ്ടപ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം നോക്കണേ. ശിഷ്യന്മാരുടെ പ്രതികരണം നോക്കണം. അവരെന്താ പറയുന്നേ? എല്ലാം കണ്ടു കഴിഞ്ഞു, അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ ചിന്തിച്ച് നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചു. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മുന്നിൽ ദൈവം പ്രദർശിപ്പിക്കുന്ന അവസരങ്ങൾ വരുന്ന അവസരത്തിൽ, ദൈവം തന്റെ മഹത്വവും തേജസ്സും നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്ന അവസരത്തിൽ ദൈവം നമ്മെ നിർബന്ധിക്കുകയാണ്, വിളിക്കുകയാണ്, വരിക, നിങ്ങളെയും ഞാൻ എന്റെ മഹിമ കണ്ട സാക്ഷികളാക്കാം. എന്റെ തേജസ്സിന്റെ ഒരു അംശം നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങളുടെ മുന്നിലൂടെ ഞാൻ നടത്തി വിടാമെന്ന് പറയുന്ന അവസരത്തിൽ മനുഷ്യന്റെ സാധാരണ രീതിയിലുള്ളതായ ഒരു കാര്യം ഇവിടെ കാണുന്നേ. അത് ഭൂതം എന്ന് പറഞ്ഞ അവർ നിലവിളിച്ചു. ഭൂതം എന്ന് പറഞ്ഞവർ നിലവിളിച്ചു. നിങ്ങൾ സഹൃദയരായി വളരെ സമാധാനത്തോടുകൂടി വാക്യം വായിച്ചെങ്കിൽ ഒത്തിരി ചിരിക്കാനുള്ള വകയുണ്ട്. ആരായി കരയുന്നേ? ശിഷ്യന്മാർ. ഭൂതത്തെ കണ്ടുവരുന്നതിനാ കരയുന്നേ? തിരിച്ചറിയാനുള്ള കേട്ടോ, മനസ്സിലായി? യെസ്, ദാറ്റ്സ് ട്രൂ. പക്ഷെ മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ കർത്താവ് അവർക്കൊരു അവകാശം, അധികാരം കൊടുത്തു. അതെന്തായിരുന്നു? എന്താ ഇവിടെ ആരോ പറഞ്ഞു? ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം കൊടുത്തു. ഓക്കെ, ഇതേ അധ്യായത്തിൽ തന്നെ അധികാരം കൊടുത്തെന്ന് ഓർമ്മ. 6-ാം അധ്യായത്തിൽ ഈ സംഭവം നടക്കുന്നത്. 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ എന്താ സംഭവിച്ചേ? വായിച്ച ആരെങ്കിലും ഉറക്കെ? ആരാ ഭൂതങ്ങളെ പുറത്താക്കിയേ? 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാൻ അവകാശം കൊടുത്തു. ഇത് അവർ പോയി ഇന്റേൺഷിപ്പും കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഡിഗ്രി അധികാരം കൊടുത്തു വിട്ടു. ഇന്റേൺഷിപ്പും കഴിഞ്ഞിട്ട് അവർ പറയുക, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഞങ്ങൾ പുറത്താക്കി. ഓ, വലിയ കാര്യം നടക്കുന്നു, പഠിപ്പിച്ചതെല്ലാം നടക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതും കണ്ടു. അന്ന് പുലർച്ചെയാണ് ഭൂതത്തെ കണ്ടപ്പോൾ എന്ത് ചെയ്തത്? സഹോദരന്മാരെ, വേദം വായിച്ച് ഒത്തിരി ചിരിക്കാനുണ്ട്. വേളൂർ കൃഷ്ണൻകുട്ടി പുസ്തകം വായിച്ച് ചിരിക്കുന്നതിൽ ഉപരിയായിട്ട് കർത്താവ് ഞാൻ പറഞ്ഞത് തമാശ എന്നല്ല ഞാൻ പറഞ്ഞു. ചേർത്ത് വായിക്കണം, സൂക്ഷിച്ച് വായിക്കണം. അധികാരം പ്രാപിച്ചതാ ആരെ പുറത്താക്കാൻ? ഭൂതങ്ങളെ.
13-ാം അധ്യായത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഭൂതങ്ങൾ പുറത്ത് പോവുകയും ചെയ്തു. 4 മണി നേരത്ത്, പുലർച്ചെ 4 മണി നേരത്ത് ഒരു ഭൂതം കയറി വരുന്നു വെള്ളത്തിന് മീതിൽ നടന്നുകൊണ്ട്. അന്നേരം കരയാണ്, ഭൂതം എന്ന് വിളിച്ച് അവർ കരഞ്ഞു. സത്യം പറഞ്ഞ ഭൂതം പുലർച്ചെ 4 മണിക്ക് വരികയില്ല. കാരണം ഭൂതം സാധാരണ പണിയല്ല, ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇരുട്ടുള്ളപ്പോൾ തീർത്ത് പുള്ളി പോയി കിടന്ന് ഉറങ്ങും. കാരണം പകൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല ഭൂതം. ആ നേരത്താ കരയുന്നേ. അതിനാ അവിടെ പറഞ്ഞിരിക്കുന്ന 4-ാം യാമം പ്രത്യേകിച്ച് വന്നിരിക്കുന്ന കാര്യം, ഈ അസംഭവ്യമായ സമയത്തായി പേടി. ഇനി വേറൊരു കാര്യം, എല്ലാ യഹൂദന്മാർക്കും അറിയാം ഭൂതം വെള്ളത്തിനെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ലജ്ജൻ ബാധിച്ച മനുഷ്യനെ അവന്റെ ആ ഭൂതത്തെ പന്നികളിലേക്ക് ഇറക്കി വിട്ടപ്പോ പന്നികൾ അവിടെ പോയി വെള്ളത്തിൽ ചാടി. പന്നികൾ നല്ലപോലെ നീന്തുന്ന ജന്തുക്കളാണ്, നല്ല നീന്തൽക്കാരായി പന്നികൾ. അതുങ്ങൾ വെള്ളത്തിൽ തത്തു. കാരണം അതുങ്ങളെല്ലാം വീട് ഭൂതം ഇരിപ്പുണ്ടായിരുന്നു. വെള്ളം തൊട്ടാ പൊട്ടും ഭൂതം എന്നാ വേദപുസ്തകത്തിലെ പഴയ കാലത്തെ വിശ്വാസം. 4-ാം മണി നേരത്ത് പുലർച്ചെ 4 മണിക്ക് എന്തില്ല, ഭൂതം ഇറങ്ങി നടക്കാറില്ല. സാധാരണഗതി സുബോധമുള്ള ഒരു ഭൂതം ഇറങ്ങി നടക്കില്ല. ഇനി നടക്കുകയാണെങ്കിൽ വെള്ളത്തിന് മേലെ നടക്കുകയില്ല. വെള്ളത്തിന് തുള്ളി കൊണ്ടു കഴിഞ്ഞാൽ അന്നേരം ഭൂതം പൊട്ടിപ്പോകും എന്നാ വിശ്വാസം. അവര് ഈ യാക്കോബും യോഹന്നാനും പത്രോസും ഒക്കെ വിശ്വസിച്ചതാണ്. എന്നിട്ടും തങ്ങളുടെ കൂടെയുള്ള ഒരാൾ വരന്നിട്ടില്ലെന്നും അത് കൂടെയല്ല കാണുന്നേ, വരുന്ന വെള്ളത്തിന് മീതെ 4-ാം മണി നേരം നടക്കുന്ന പറയാ ഭൂതം. കാരണം എന്താണെന്നറിയാമോ? അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചു. അന്ന് രാത്രി നടന്ന അത്ഭുതം അവരെന്ത് ചെയ്തില്ല, മനസ്സിലാക്കിയില്ല. അപ്പം തിന്നു, അത്ഭുതവും കണ്ടു, പക്ഷെ ദൈവത്തിന്റെ തേജസ് കണ്ടില്ല. പ്രൈസ് ഗോഡ്. അത്ഭുതം കണ്ടു, സകലതും കണ്ടു, അതിന്റെ വീഡിയോ പല പ്രാവശ്യം കണ്ടു, ഒരുപാട് പ്രാവശ്യം അവർ ഷെയർ ചെയ്തു, വാട്സാപ്പിലൂടെയും വിട്ടു, ഇനി കിട്ടാവുന്നതോടെല്ലാം വിട്ടു. പക്ഷെ എന്നിട്ടും അപ്പത്തിന്റെ സംഗതി മനസ്സിലാക്കാതെ അവര് ഭൂതമെന്നല്ല, അതിലപ്പുറമുള്ള ഭൂതം എന്ന് പറഞ്ഞ് പേടി നേരെ വിളിച്ചാൽ ഒരു അത്ഭുതമില്ല. പ്രൈസ് ഗോഡ്. ഞാനിവിടെ അവസാനിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും ദൈവം കടന്നു വരുന്ന ഒരു അനുഭവമുണ്ട്. പ്രൈസ് ഗോഡ്. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത്, ആർമി കർമ്മയ്ക്കൽ ഇങ്ങനെ പറഞ്ഞത്, we need a single eye for the glory of God. നമുക്ക് ഓരോ ജീവിതത്തിലും നാം നോക്കേണ്ടത് കർത്താവിന്റെ മഹിമ എവിടെ, ഇതിൽ ഞാൻ കാണുന്ന മിന്നൽ എവിടെ, ഇതിൽ കാണുന്ന പ്രകാശം എവിടെ, അവന്റെ തേജസ്സിന്റെ ഒരു ഒളിവിനും ഞാൻ എന്റെ ജീവിതത്തിൽ കാണുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. എന്റെ മഹിമയല്ല, നമ്മുടെ ആരുടെ മഹിമയല്ല. ദൈവം ഇങ്ങനെ ഒരുപാട് സീൻസ് നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും. ഒരുപക്ഷെ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിബന്ധങ്ങളായിരിക്കാം ആ സീൻ. ഒരുപക്ഷെ നമ്മൾ കടന്നു പോകുന്നതായ ആശയക്കുഴപ്പങ്ങൾ, കൺഫ്യൂഷൻസ് ആയിരിക്കാം ആ സീൻ. പക്ഷെ ആ സീന്റെ എല്ലാ മധ്യത്തിൽ കടന്ന് പോക്കുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു പ്രദർശനമുണ്ട്. ആ പ്രദർശനത്തിൽ നാം നോക്കേണ്ടത് ഒരു കാര്യം മാത്രം, ദൈവത്തിന്റെ തേജസ്സല്ലേ എന്റെ മുന്നിലൂടെ കടന്നു പോകും. പ്രൈസ് ഗോഡ്. അതാണ് വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും ആവശ്യമായ ഒരു പടിയത. നമുക്ക് എഴുന്നേറ്റ് പാടാൻ കഴിയണം, കിത്ന മഹാൻ, നീ എത്ര മഹാൻ, നീ എത്ര വലിയവൻ എന്ന് നാം പാടുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ ശരിയായ സൈസ് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ തേജസ് നാം കണ്ടിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ഗോഡ്. Then sings my soul, my Savior God.